ഡിയർ സ്റ്റുഡൻസ്, ഈ വെയിറ്റേജസ് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഓൾറെഡി വെയിറ്റേജസിൻ്റെയും ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങൾ എന്താക്കുക, ആ വെയിറ്റേജസ് വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക. കാരണം ഹൈ വെയിറ്റേജസുള്ള ചാപ്റ്റേഴ്സൊക്കെ മോഡൽ എക്സാമിന് മുമ്പ് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എന്താക്കുക, മോഡൽ എക്സാം എന്നൊരു പബ്ലിക് എക്സാമിൻ്റെ രീതിയിൽ തന്നെ അപ്രോച്ചും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ചാപ്റ്ററിന് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. മോഡൽ എക്സാമിന് ശേഷം നിങ്ങൾക്ക് വരുന്ന കുറഞ്ഞ സമയം കൊണ്ട് ബാക്കി സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയിരിക്കുമല്ലോ. വെയിറ്റേജസ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സിമ്പിൾ ചാപ്റ്റേഴ്സ് ആയിരിക്കും. സോ നിങ്ങൾക്ക് അത് വെച്ചിട്ട് സിമ്പിൾ ചാപ്റ്റർ പഠിക്കാനും പറ്റും, ആ കുറഞ്ഞ ടൈം കൊണ്ട് അത് തീർക്കാനും പറ്റും. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താക്കുക, വെയിറ്റേജസ് നോക്കിയിട്ട് തന്നെ പഠിക്കുക. വീണ്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെറുതെ ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്യരുത്. കുറേ പഠിച്ച് തീർക്കാന്നല്ല, നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റണം. സോ ആ രീതിക്ക് തന്നെ ക്വാളിറ്റി ഫോക്കസ് ചെയ്യുക, ഒരിക്കലും ക്വാണ്ടിറ്റി ഫോക്കസ് ചെയ്യാതിരിക്കുക. പഠിക്കുന്ന ചാപ്റ്റേഴ്സ് മോഡൽ എക്സാമിന് മുമ്പ് നല്ല വൃത്തിക്ക് പഠിക്കുക. ബാക്കി ചാപ്റ്റേഴ്സ് എന്താക്കുക, മോഡൽ എക്സാമിനേഷൻ തീർക്കാൻ പറ്റും. സമയമുണ്ട് നിങ്ങൾക്ക്, എക്സാമിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഉണ്ട്. സോ ആ ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സോ നിങ്ങൾ എന്താക്കുക, നല്ല സ്ട്രാറ്റജി മാനേജ് ചെയ്യുക. ഇതാക്കുക, അത് വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ടാറ്റാ.